നിങ്ങൾക്ക് ഈ ചെറുപ്പക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ്. അതായത് ക്ഷേത്രത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് പോയാലും നല്ല ഉണങ്ങിയ വസ്ത്രം ധരിച്ചാലും അമ്പലത്തിൽ എല്ലാവർക്കും ഒരു കുളം ഉണ്ടാവും. ആ കുളത്തിൽ പോയി കുളിച്ച് നനഞ്ഞ വസ്ത്രത്തിനുള്ളിൽ സ്ത്രീയുടെ ശരീരം എങ്ങനെയുണ്ടെന്ന് അവിടെ അമ്പലത്തിലുള്ളവർക്കെല്ലാം കാണാം. ശ്രീകോവിൽ അടച്ചിട്ട് കളയും, എന്നിട്ട് ഞാൻ താക്കോല് കൊടുത്തിട്ടങ്ങ് പോവും. തന്ത്രി പറയുകയാണ്. കേരളത്തിലെ ഫ്യൂഡൽ പൗരോഹിത്യത്തിന്റെ തകർച്ചയുടെ മണിമുഴക്കം അവിടെ കേൾക്കുകയാണ്. അവിടെ കയറേണ്ടവർ കയറും, അത്രേ ഉള്ളൂ. ഇല്ലാത്തവർ കയറത്തില്ല. ഇറങ്ങിപ്പോലും ഇറങ്ങിപ്പോലും അതൊക്കെ അവരവരുടെ ഇഷ്ടം. സർക്കാരിന്റെ കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ ഒരു പുനഃപരിശോധനാ ഹർജിക്കുമില്ല. കാരണം നേരത്തെ തന്നെ സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്, ഞങ്ങള് എന്താണോ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന വിധി, ആ വിധി നടപ്പാക്കാൻ സന്നദ്ധമാണ്. ഞങ്ങൾ ഏതെങ്കിലും ഒരു നിയമനിർമ്മാണത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. NSS അനുനയിപ്പിക്കാൻ പോകേണ്ടെന്ന സ്ഥിതി മാടമ്പികളുടെ പിന്നാലെ നടക്കേണ്ടുന്ന അവസ്ഥ CPM-നില്ല. അവരുടെ മാടമ്പിത്തരം മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങളൊരു കല്യാണ വേദിയിലിരിക്കുകയാണ്. 10,000-10,000 ആളുകൾ, അതൊക്കെ എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ കഴിവനുസരിച്ച് ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നു. സ്റ്റേജ് കല്യാണം നടക്കുന്നു. അപ്പോഴാണ് അണ്ടർവെയർ വിടാതെ മേലുടുപ്പ് വിടാതെ ഒരാൾ വന്നത് എന്തൊക്കെയോ പറയുകയാണ്. സ്റ്റേജിൽ എന്തൊക്കെയോ പറയുക, എന്തൊക്കെ കൈക്കറിയ കാണിക്കുക. എന്ത് കാര്യത്തിനാണ് ഈ കൈക്കറിയില്ലാതെ കല്യാണം നടക്കത്തില്ലേ? ഞാൻ ഇത് ആചാരമൊന്നുമല്ല, മര്യാദകളാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്യയ്യപ്പൻ ചിങ്ങമാസം 1-ാം തീയതി മലയിലെത്തിയില്ല. അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം? മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കണം. ആഗസ്റ്റ് മാസം 18-ാം തീയതി വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ, അല്ലാതെ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ആൾ അയ്യപ്പൻ എന്നാ പറയാ? അങ്ങനെയുണ്ട്. 18-ാം തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു. അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു.